വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും അടിപൊളി ചാലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. Eating only brown color food for one day. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്നത് മുഴുവൻ ബ്രൗൺ കളറുള്ള ഫുഡുകൾ മാത്രമായിരിക്കും. അതിനു മുന്നേ ഇവർ രണ്ടാളും എന്നെ പറ്റിച്ച് ഇവര് ബ്രൗൺ കളർ ഡ്രസ് ഇട്ട് വരാന്ന് പറഞ്ഞിട്ട് രണ്ടാളും എടുത്തില്ല. ഞാൻ ആകെ ഒറ്റ ഒരു ബ്രൗൺ കളർ ഡ്രസ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ രണ്ടാളും അറിയാൻ എടുത്തിട്ട് പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ മുഴുവൻ ബ്രൗൺ കളറുള്ള. പക്ഷെ അതേ സമ്മതിച്ചു കൊടുക്കുള്ള ഡ്രസ് ബ്രൗൺ കളർ തരം ഫുഡ് എന്തായാലും പറ്റില്ല. രാവിലെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കുന്നത് വൈകുന്നേരം കഴിക്കുന്നത് ഒക്കെ ബ്രൗൺ കളർ ഫുഡുകളായിരിക്കും. അതായത് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് മുഴുവൻ ബ്രൗൺ കളർ ഫുഡ് ആയിരിക്കും, കഴിക്കുന്നത് മുഴുവൻ ബ്രൗൺ കളർ ഫുഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാം. ബ്രൗൺ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു പ്രത്യേക തരം നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. സൂപ്പ് ആണെന്ന് വെച്ചാൽ സൂപ്പ് അല്ല, പക്ഷെ നൂഡിൽസ് ആണെന്ന് വെച്ചാൽ നൂഡിൽസ്. രണ്ടിന്റെയും കൂടെ ഒരു മിശ്രിതം. സൂപ്പ് ആണെന്ന് വെച്ചാൽ സൂപ്പാണ്, നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസ് ആണ്. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. നല്ല അടിപൊളി ബ്രൗൺ ഡോണറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡാർക്ക് ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ബ്രൗൺ. സ്ഥിരമായി കഴിക്കുന്നതാണ് പുട്ടും കടലക്കറിയൊക്കെ. പക്ഷെ അത് ബ്രൗൺ ആണെന്ന് ഞാൻ ഇന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. കറക്റ്റ് ബ്രൗൺ ആയിട്ട്. അപ്പൊ കടലക്കറി ഇതാ ബ്രൗൺ ആയിട്ട് ഓൾറെഡി ഇമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബ്രൗൺ കളറാണ്. പിന്നെ ഇവിടെ നമ്മളിതാ റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാ പുട്ടാകുമ്പോ വെള്ളയായി പോലെ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ റാഗി പുട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇന്ന് ബ്രൗൺ ആണ്. പിന്നെ ശ്രീ കട്ടൻ ചായ ഉണ്ടാക്കണേ. കട്ടൻ ചായ ഉണ്ടാക്കും. അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ കുഴപ്പമില്ല. ഞാൻ ബ്രൗൺ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ സൂപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതന്നെ ഒരു ബ്രൗൺ കളറാണ്. അതിന്റെ കൂടെ ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു മാഗി എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ഫ്ലേവറും ഈ സൂപ്പ് വെജിറ്റബിൾ ഫ്ലേവറും ആണ്. ഇനി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ നൂഡിൽസ് റെഡി ആയി. ഈ ബ്രൗൺ സൂപ്പിൽ കിടന്നിട്ട് ഈ നൂഡിൽസും ബ്രൗൺ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങാണ്. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി കുഴച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചല്ലിവിടെ നിന്ന് പുട്ടിന് വേണോ ചപ്പാത്തി മതിയോ? അല്ലെങ്കിൽ ചിലപ്പോ എന്റെ കൂടെ താഴെ പോയി കണ്ടോ എന്റെ നൂഡിൽസ് ബ്രൗൺ കളർ ആയി വരുന്നുണ്ടോ? ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് ഇത് ചിലപ്പോ ആവാൻ സാധ്യതയില്ല. ഡൗട്ട് ഉണ്ടായിരുന്നു. ശ്രീ രാവിലെ തന്നെ നല്ല ചോക്ലേറ്റും ആയിട്ടും മധുരക്കാണ് കഴിക്കാൻ പോകുന്നത്. പുട്ട് വെച്ചിട്ടുണ്ട്. ആവി ചെറുതായി വന്നു തുടങ്ങുന്നുണ്ട്. ഗൈസ് എന്റെ നൂഡിൽസ് ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ 5 റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫൗണ്ടേഷൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് മാമ എർത്തിന്റെ ഗ്ലോ സീറം ഫൗണ്ടേഷൻ. നല്ല അടിപൊളി ഫൗണ്ടേഷൻ ആണ്. ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 2 മടങ്ങ് ഇൻസ്റ്റന്റ് ഗ്ലോ തരും. നല്ല ലൈറ്റ് വെയിറ്റും ആണ്, നല്ല അടിപൊളി കവറേജും ആണ്. ഇത് 12 hours സ്റ്റേ ചെയ്യും. പിന്നെ ഇതിൽ വിറ്റമിൻ സിന്റെയും ടെർമറിക്കിന്റെയും ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ ടെർമറിക് ഒരു ആന്റി ഓക്സിഡന്റ് ഏജന്റ് കൂടെയാണ്. പിന്നെ ഗൈസ് ഇത് 9 യൂണിക് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. എല്ലാം തന്നെ ഇന്ത്യൻ സ്കിൻ ടോൺസിന് മാച്ച് ആയിട്ടുള്ളതാണ്. അത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് സേഫ് ആണ്. അപ്പൊ ഗൈസ് ഇതിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോഫി ഗ്ലോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഫേസിൽ ഡോട്ട് ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോയും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോയും നല്ല കവറേജും കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഏത് ഒക്കേഷൻ ആണെങ്കിലും ഇപ്പൊ വെഡിങ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെയിലി പുറത്തു പോകുന്നതാണെന്നുണ്ടെങ്കിലും ഒരു ഫെസ്റ്റിവൽസിന് വേണ്ടി നമ്മൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണിത്. ഇപ്പൊ നമുക്ക് ഹൈ കവറേജ് ആണെങ്കിൽ ഹൈ കവറേജിൽ യൂസ് ചെയ്യാം, മീഡിയം ആണെങ്കിൽ മീഡിയം കവറേജിൽ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ ഒക്കേഷനും പറ്റിയൊരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഈ മാമാർത്തിന്റെ ഈ ഗ്ലോ സിറം ഫൗണ്ടേഷൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ കൂപ്പൺ കോഡായ പുള്ളോത്തി 2023 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 20% കൂടെ ഓഫ് കിട്ടുന്നതായിരിക്കും. ഇത് മാമാർത്തിന്റെ ആപ്പിൽ വെബ്സൈറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിന്റെ പ്ലാന്റ് ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ അവർ നട്ട ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും. അപ്പൊ 2025 ആകുമ്പോഴത്തേക്കും 1 million ട്രീസ് നടാനാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഉദ്ദേശം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു മാമാർത്തിന്റെ സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ അത്രയുള്ള ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ റാഗിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തള്ളി മറിച്ചിട്ടോ കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ടോന്ന്.
ഇത്തിരി പുട്ടി കഴിക്കും. അല്ല ഞാനും ബാക്കി ഉമ്മയ്ക്ക് കൊടുക്കും. എന്റെ ബ്രൗൺ കളർ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ കൊറിയൻസ് ഒക്കെ തിന്നുന്ന വരെ നല്ല സൂപ്പ് ചെയ്ത് കഴിക്കാതൊക്കെ വിചാരിച്ചത്, പക്ഷെ കുറച്ച് സമയം എടുത്തോണ്ട് ആ സൂപ്പൊക്കെ പോയി ഗൈസ്. നമ്മുടെ ബ്രൗൺ കളർ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് 3 പേർക്കും കൂടെ. നമ്മുടെ ബ്രൗൺ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബ്രൗൺ നൂഡിൽസും കട്ട ചായയും, ഞാനിതേ ബ്രൗൺ ഡോണറ്റും കട്ടൻ ചായയും, ഞാനിത് അവിടെ ബ്രൗൺ പുട്ടും ബ്രൗൺ കടലക്കറിയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് കഴിക്കാം. ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഞാൻ റാഗിപ്പുട്ട് കഴിക്കുന്നത്. എന്റെ നൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ എക്സ്പ്രഷൻ വരേണ്ടത്. ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ലേ? വലിയ ബുദ്ധിപരമായ സോപ്പിന്റെ ഉള്ളിൽ നൂഡിൽസ് ഇട്ട് കൊറിയക്കാരെങ്ങനെ കഴിക്കുന്നു, ചൈനക്കാരെങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാൻ വെജിറ്റബിൾ സോസ് വെജിറ്റബിൾ സൂപ്പും പിന്നെ ആ ചിക്കൻ നൂഡിൽസും കൂടെ മിക്സ് ആക്കിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ കഴിക്കാൻ പോകുന്നതാട്ടോ നല്ല അടിപൊളി ബ്രൗൺ കളർ കടലക്കറി കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി കടലക്കറിയാണ്. അത് നമുക്ക് ഈ കറിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പുട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഷാമി നോക്ക് കാണുന്നുണ്ട്. കുറച്ച് നൂഡിൽസ് എടുക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. ഇനി കുറച്ച് നമുക്ക് 5 ഫുഡ് കഴിക്കാം. ഇന്റെ മുട്ട വഴി തീർക്കുന്നു. അത് രണ്ടാണ് വേറെ വെറൈറ്റി വരെ എടുത്തു. ടൊമാറ്റോ എടുത്ത് വെച്ചു. ഞാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാം. ഇവിടെ ഒരുപാട് ബ്രൗൺ കളറുള്ള സ്നാക്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കഴിക്കാം, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നല്ല സമാധാനത്തിൽ കഴിക്കാം. അത് ഞാൻ വാങ്ങിയതാണ്. എപ്പോഴും വേണം സാധനങ്ങൾ ഇതെടുത്തോ. ഇത് പുതിയ വെറൈറ്റീസ് ആണ്, നമ്മൾ ടേസ്റ്റ് ചെയ്തതാണ്. നല്ല അടിപൊളി ബ്രൗൺ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു. എനിക്ക് വെച്ചിരിക്കും നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഷാമിക്ക് പക്ഷെ അത് പാളി പോയി. അവള് കാര്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടാക്കിയത്. പക്ഷെ എന്തായാലും ഞാൻ വിശപ്പോട്ട് തിന്നു. അപ്പൊ സ്നാക്കിന്റെ ടൈമിൽ കാണാം. സ്നാക്കിന്റെ ടൈമാണ്. ഞാനിതാ മില്ലറ്റ് ബൈറ്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുടിക്കാൻ കോഫി മിൽക്ക് ഷേക്കും എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഗുലാബ് ജാമുൻ ആണ് ഗൈസ്. ഇത് പിന്നെ കറക്റ്റ് ബ്രൗൺ കളർ ആണ്. ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ, ഒരു വെറൈറ്റി കുക്കീസ് ആണ് ഗൈസ്. ഇത് ചില ബേക്കറിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞാൻ സെലക്ട് ചെയ്തോട്ടോ. ഒരു ബ്രൗൺ കളറില് ഇതിന്റെ അറ്റത്ത് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ വരുന്ന ടൈപ്പ് കുക്കീസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുണ്ടോ? ഇതിന്റെ ഉള്ളിൽ നല്ല ബ്രൗൺ കളറാണ് കേട്ടോ. ഹാർട്ട് ഷേപ്പിലാണ് ഉള്ളത്. നല്ല രസമുണ്ട്. ഈ ചോക്കോസ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ, പക്ഷെ അതിന് കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ ആണ്. റാഗി പിന്നെ ചോക്ലേറ്റും ആണ് ഇതിലുള്ളത്. ഗൈസിന്റെ ഗുലാബ് ജാമുൻ ഞാൻ അങ്ങനെ തുറന്ന് കേട്ടോ, കറക്റ്റ് ബ്രൗൺ കളർ. ഇനി ഗൈസ് നമുക്കിത് കഴിക്കാം. അടിപൊളി. വേണോ? എനിക്കിഷ്ടല്ല ഗുലാബ് ജാമുനോ? എനിക്ക് രാവിലെ തന്നെ ഞാൻ ഭയങ്കര മധുരം കഴിച്ചോണ്ടെങ്കിൽ ഇപ്പൊ കഴിക്കാൻ തോന്നുന്നില്ല. ഇത് കോഫി മിൽക്ക് ഷേക്ക് നല്ല ബ്രൗൺ കളർ തന്നെയാണ് കേട്ടോ. ഈ കോഫി മിൽക്ക് ഷേക്ക് കുറെ നേരമായി ഏത് പറഞ്ഞോണ്ടിരിക്കുന്നു. ഇതെടുത്താ മതിയായിരുന്നു. എനിക്കിപ്പോ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല ഗൈസ്, കാരണം എനിക്ക് ഒരു മധുരത്തിന് ഈ മധുരം ഉണ്ടാവില്ല. നല്ല മധുരമുള്ള സാധനമാണ്. എനിക്ക് അതുകൊണ്ട് ഇത് ഇത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. നല്ല ടേസ്റ്റ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അങ്ങനെ നമ്മുടെ ലഞ്ചിന്റെ സമയമായിരിക്കുകയാണ്. ഞാൻ ബ്രൗൺ കളർ ലഞ്ച് ആയിട്ട് എടുത്തിട്ടുള്ളത് ചോക്കോസ് ആണ്. കറക്റ്റ് നമുക്ക് ബ്രൗൺ കളർ ലഞ്ചിനായി കിട്ടും. ഞാൻ എടുത്തിട്ടുള്ളത്
മസാല ബ്രെഡ് ആണ് guys. ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ബ്രൗൺ കളറിനാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് എഗ്ഗിന്റെ ആ ഒരു മസാല ഇട്ട് സംഭവം ആക്കണം. എന്നിട്ട് അതിൽ നമുക്ക് മുക്കിയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് അവിലാട്ടോ. അപ്പൊ അവിൽ നല്ല ശർക്കരയും കൂട്ടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറിലെല്ലാം കിട്ടും. അപ്പൊ ഞാനിതാ ഒരു ഏകദേശം ബ്രൗൺ കളറിലുള്ള അവിൽ തന്നെയാണ്, മട്ടന്റെ അവിലാണ്. അപ്പൊ അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശർക്കര ഞാൻ അത് അവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കറക്റ്റ് ബ്രൗൺ കളർ തന്നെ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്ര വേണോ? ഇനി കുഴക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കും. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇടാം ഗൈസ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ നല്ല നാടൻ ഫുഡുകളാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. രാവിലെ പുട്ട് കടലക്കറി, ഉച്ചക്കത്തേക്ക് അതിൽ കുഴച്ചതും. ഞാൻ അപ്പത്തേക്ക് ചോക്കോസ് ഞാൻ പാല് നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്നു. ഹാർട്ട് ഷേപ്പുള്ള ചോക്കോസ് 5 സ്നാക്സ് പോലെ അതേപോലെ തന്നെ ഉണ്ട്. ഇത് ഹാർട്ട് ഷേപ്പ് ആണ്. അപ്പൊ ഇത്രയും ചോക്കോസ് മതി. ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാൽ ഒഴിക്കാം. അങ്ങനെ ഗൈസിന്റെ ലഞ്ച് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എന്റെ ബ്രൗൺ കളർ. അതിലേക്ക് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അത് ആ പാലും ബ്രൗൺ ആയിക്കോട്ടെ. ഇതിപ്പോ തന്നെ ഇതാ കളർ മാറി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മസാല പുരട്ടി മുളക് പൊടിയും മല്ലിപ്പൊടി അല്ല സോറി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ടിരുന്നത്. കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് നല്ല ബ്രൗൺ കളറിൽ കിട്ടും. അപ്പൊ ലഞ്ചിനേക്കുള്ള ബ്രൗൺ ബ്രെഡ് ഞാൻ ഇതേ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. കണ്ടോ, നല്ല ബ്രൗൺ കളർ ബ്രെഡാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു തിന്നാൻ മതിയല്ലോ അല്ലേ. ഇത് നമുക്ക് ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോ കളർ മാറിയിട്ടേ കഴിക്കാൻ സമയം. അങ്ങനെ കളർ മാറൊന്നുമില്ല. അതല്ല, അഥവാ ഇനിയിപ്പോ കളർ മാറിപ്പോയ ഒന്നും കൂടെ ഒന്ന് കരിച്ചിട്ട് കളർ ഞാനിത് അവില് കുഴച്ചിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു കളറാട്ടോ. അപ്പൊ നമുക്ക് വേണ്ടത് പാത്രത്തിലേക്ക് ഇട്ട് അഥവാ ഇനിയിപ്പോ ബ്രൗൺ കളർ ആയിട്ടില്ലെങ്കിൽ പട്ടിണി തന്നെ. അഥവാ ബ്രൗൺ കളർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ ചോക്ലേറ്റ് കൂട്ടി കഴിക്കും. അല്ല, വെറും ബ്രെഡ്. ഇവിടെ രണ്ടാൾ ചമ്മിപ്പോയി ഗൈസിന്റെ കളറും മാറിയിട്ടില്ല. നല്ല ബ്രൗൺ കളറേ വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചാം. എന്തൊന്നും പറയില്ലേ, ബ്രൗൺ തന്നെയാണ്. ഭംഗി കൂടിയിട്ടുണ്ട്. ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇതിൽ ഉള്ളിയൊക്കെ ഇടണം വിചാരിച്ചു നോക്കിയപ്പോ ഉള്ളിയില്ല. ഇനിയിപ്പോ വാങ്ങാൻ പോവാൻ വയ്യ. അതൊന്നും പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ. അപ്പൊ നമുക്കിനി ബ്രൗൺ ലഞ്ച് കഴിക്കാം. അഞ്ചിൻ്റെതാണ് ഇതില് നല്ല ടേസ്റ്റുള്ള സാധനം എനിക്ക് തോന്നുന്നത്. ഇത് നോർമൽ നമ്മുടെ ചോക്കോസ് പോലെ തന്നെ ഷേപ്പിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല രസമുണ്ട് കഴിച്ചു. രാവിലെ എനിക്ക് എരിവുള്ള കഴിച്ചുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മധുരം കഴിക്കുമ്പോ നല്ലൊരു സമാധാനം ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മൊത്തം പാടി പോകുന്നത് രാവിലെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമില്ല. ഇതും ടേസ്റ്റ് ഇല്ല. കുറച്ച് അവില് കൂട്ടി കഴിച്ചു. ചോക്കോസ് പിന്നെ ചോക്കോസ് പോലെ തന്നെ ഉണ്ട്. ഇത് ഭാഗ്യത്തിന് പാടിയിട്ടില്ല. ഇത് കണ്ടോ, ഒക്കെ ഹാർട്ട് ഷേപ്പിലാണ്. അതിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം. ഇതിനെനിക്ക് ആ തേങ്ങ നല്ല അങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ശർക്കരേൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ഫ്ലേവർ, നല്ല രസമുണ്ട് കഴിക്കാൻ. അതെ, ഞാൻ പറഞ്ഞ സത്യമാണോ സത്യമല്ലേ. നോക്കട്ടെ, അതില് പിടിച്ചില്ല. എനിക്കറിയില്ല. സല്ലൊന്നും കഴിച്ചു നോക്ക്. കേടായിരുന്നു. എക്സ്പ്രഷൻ കാണിച്ചറിയായിരുന്നു. അതെനിക്ക് തോന്നുന്നു ബ്രൗൺ ബ്രെഡിൽ ചെയ്തിട്ടാണ്. സാധാ ബ്രെഡ് ചെയ്ത് എനിക്ക് മസാല ഇല്ലാതെ മധുരമാണ് പിന്നെയും കഴിക്കാൻ പറ്റും. മധുരമാണ് പിന്നെ കഴിക്കാൻ ഞാൻ കഴിച്ചോ. ആരും കഴിക്കാൻ ഞാൻ കഴിച്ചോ. അവന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതല്ല കഴിക്കാൻ പറ്റൂല, വേറൊരു വഴിയില്ല. അല്ല ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണി ആയിപ്പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ലഞ്ച് ഫിനിഷ് ചെയ്യാം. ഈവനിങ് സ്നാക്കിന്റെ ഞാനും ശ്രീ ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ ഒത്തിരിമേല് ചിക്കു ഷേക്ക് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ ഭയങ്കര ഈസി ആയിട്ട് ബൂസ്റ്റ് കുടിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ബൂസ്റ്റിന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്, പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ബൂസ്റ്റ് ആട്ടോ കുടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ചിക്കു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ടേസ്റ്റ് ഉള്ളത് ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്ന ചിക്കു ഷേക്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കു ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എനിക്ക് ഉണ്ടാക്കി. നേരത്തെ ഞാൻ ചോദിച്ചത്, അപ്പോൾ ഓള് വേറൊക്കെ വേണ്ട. ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഗൈസ്. ഇതിലേക്ക് കുറച്ച് ചിക്കു ഐസ്ക്രീമും കൂടെ ഇടാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതാ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച പാല് ഈ ബൂസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബൂസ്റ്റ്. ഇനി നമുക്ക് നന്നായിട്ട് സ്പൂണോണ്ട് മിക്സ് ചെയ്യാം. അപ്പൊ കറക്റ്റ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. അപ്പൊ എന്റെ ബൂസ്റ്റ് റെഡി ആയി ഗൈസ്. അങ്ങനെ ചിക്കോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടെ ബ്രൗൺ കളർ ഇട്ട് അതിലേക്ക് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ചിക്കോ ഷേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കുറച്ചുകൂടെ ബ്രൗൺ ആയി ഗൈസ്. ഇനി നമുക്ക് ഗ്ലാസ്സിന് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാം. ഗ്ലാസിന്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കുറച്ച് കൂടി പോയി. രാവിലെ മുതൽ ചോക്ലേറ്റ് ലൈറ്റ് ആയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കു ഷേക്ക് ഒഴിക്കാം. അപ്പൊ നമ്മുടെ ഈവനിങ്ങിനുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബൂസ്റ്റ് പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇന്ന് കഴിക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. അടിപൊളിയല്ലേ? ഞാൻ ഉണ്ടാക്കിയ അടിപൊളി ഷേക്ക് നിക്കാക്കൊന്ന് കൊടുത്തോട്ടെ. എങ്ങനെയുണ്ട്? കാക്ക ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഷേക്ക്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലാന്ന് പറയട്ടോ. അതിനുണ്ട്. അടിപൊളിയല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇന്ന് കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇതാണ്. ഞാൻ കഴിക്കുന്നില്ല, ഇവരൊക്കെ നല്ല ടേസ്റ്റുള്ള കഴിച്ചിട്ടുണ്ട്. പിന്നെ മാമാർത്തിന്റെ ഫൗണ്ടേഷന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും എന്തായാലും ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുപോലെ this is ശ്രീലക്ഷ്മി, This is Shamya. signing off.